Hi everyone, welcome to our session. അപ്പം ഇന്ന് നമ്മൾ മെയിൻ വെബിനാർ എന്ന് പറഞ്ഞാൽ IELTS വെബിനാർ ആണ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസ് ഓൾ ഓവർ ദ വേൾഡ്. ഈ വെബിനാറിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ദർ ഇസ് എ സ്മോൾ മിസ്കൺസെപ്ഷൻ ഗോയിങ് ഓൺ ദാറ്റ് അബ്രോഡിലെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ദർ ഇസ് നോ ഓപ്പർച്യൂണിറ്റീസ് ഓർ ദർ ഇസ് നോ ഐ വുഡ് സേ ജോബ് ഓപ്പർച്യൂണിറ്റി ഓർ സ്റ്റഡി ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ്. സോ നമ്മൾ ഈ വെബിനാറിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ we have with us a very renowned person who is involved with study abroad or work abroad opportunities. We can have an open discussion with him and find out what is the real situation or scenario today. Is it really true that namakku abroad povala sadhyatha ipo theera koravan? So that is one of the main aims of today's webinar. So first of all, welcome to our webinar today. I'm Dr. Basava. I'm the founder of Inspection Academy. And along with me, I have the very renowned Mr. Vinod, who is the founder of Open Skies. Sir is involved with students, both medical and non-medical professionals. He helps them to go abroad either through work opportunities or through study abroad opportunities. രണ്ട് വിധത്തിൽ പോവാനുള്ള കാര്യങ്ങൾ or pathways കാണിച്ചു തരും. And it is very authentic and genuine and definitely result oriented ആയിട്ടാണ് വരുന്നത്. So thank you, sir, for joining today my webinar. Hi, good evening, everyone. Thank you for inviting me for the session. See, first of all, I would like to brief about Open Skies. We have started 5 years back. I am having almost 15 years of experience in the overseas education. നമ്മൾ കൂടുതലും ചെയ്യുന്ന ഹെൽത്ത് കെയർ നഴ്സിംഗ് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അത് ബോത്ത് ആസ് മാം ടോൾഡ് സ്റ്റഡി ആസ് വെൽ ആസ് വർക്ക് വിസ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചെയ്തിരുന്നു. ഇതല്ലാണ്ട് നമുക്ക് ഓപ്പൺ സ്കൈസ് കൂടുതലും ചെയ്യുന്നത് നമുക്ക് സ്വിറ്റ്സർലാൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലാൻഡ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആസ് വെൽ ആസ് വേരിയസ് ഡെസ്റ്റിനേഷൻസിലേക്കുള്ള പാത്വേ ആണ്. അത് സ്റ്റുഡന്റ് വിസ ആസ് വെൽ ആസ് നമ്മളെ വർക്ക് വിസയിലേക്ക് നമ്മൾ അസോസിയേറ്റ്സ് ത്രൂ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ ഒരു മിസ്കൺസെപ്ഷൻ മാം പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ അല്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി വരുമോ എന്നുള്ള കുറെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും അല്ലെങ്കിൽ അവിടെയുള്ള വർക്ക് റിലേറ്റഡ് പ്രശ്നങ്ങൾ, മൈഗ്രൻസിനെ പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എവരിബൺ ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. ബട്ട് കറന്റ്ലി the scenario is like this. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള പാത്വേ ആണ് എടുക്കുന്നത്. നമ്മളിപ്പോ BSc നഴ്സിംഗ് കഴിഞ്ഞു, നമുക്ക് MSc നഴ്സിംഗിന് പോവാം. അല്ലെങ്കിൽ നമുക്ക് 4 ഇയേഴ്സിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ഇയേഴ്സിൽ കൂടുതലെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വർക്ക് ഓപ്പർച്യൂണിറ്റീസിനുള്ള പാത്വേസ് അവൈലബിൾ ആണ്. പക്ഷെ റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കണം, ഗ്യാപ്പ് ഉണ്ടാവരുത്. അവരുടെ രജിസ്ട്രേഷൻ ഓരോ കൺട്രിക്കും അതാത് രജിസ്ട്രേഷൻസ് ഉണ്ട്. ആ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ IELTSന്റെ കാര്യം പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കമ്പയർഡ് ടു എനി അതർ ലാംഗ്വേജ് ടെസ്റ്റിംഗ് എക്സാംസിനേക്കാളും വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ളത് IELTSനാണ്. കാരണം എല്ലാ കൺട്രീസും അവരുടെ ബേസിക്കലി PR-ലേക്ക് ലീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് വിസയിലേക്ക് ലീഡ് ചെയ്യുമ്പോഴോ മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു ടെസ്റ്റാണ് IELTS എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് കറക്റ്റ് പാത്വേ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് തന്നെ ഡെസ്റ്റിനേഷൻ ഉണ്ടാവണം. ലൈക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും ഇപ്പൊ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കസിൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുകയാണ് ഞാൻ ഓക്കെ നിങ്ങൾ US-ലേക്ക് പോയിക്കോളൂ അല്ലെങ്കിൽ കാനഡയിലേക്ക് പോയിക്കോളൂ, അവിടെ വർക്ക് വിസ ഓപ്പൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എലിജിബിൾ ആണോ, നമുക്ക് അതിനുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പൊ നഴ്സിംഗ് മാത്രമല്ല, ഇപ്പൊ നോൺ നഴ്സിംഗ് ആൾക്കാരാണെങ്കിലും ഇപ്പൊ BBA കഴിഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി MBA മാത്രമായിരിക്കില്ല, നമുക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് സൈബർ സെക്യൂരിറ്റിയിലുണ്ട്, സ്പോർട്സ് മാനേജ്മെന്റിലുണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിലുണ്ട്. വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള പല കൺട്രീസും ഉണ്ട്. അപ്പൊ ഇവിടെ ബേസിക്കലി വേണ്ടത് ചിലപ്പോൾ ഒരു കട്ട് ഓഫ് ഡിഗ്രിക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് വേണമായിരിക്കും, IELTSന്റെ സ്കോർ മിനിമം 6 എങ്കിലും വേണമായിരിക്കും. ഹോസ്പിറ്റാലിറ്റിയിലൊക്കെ നമുക്കിപ്പോ ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ കാണാം ഒരു ട്രെൻഡ്
ടൂറിസത്തിലേക്കും ഹോസ്പിറ്റാലിറ്റിയിലേക്കുള്ള ഒരു ട്രെൻഡൊക്കെ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ റീസെന്റ് നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഞാനൊരു വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു കോളേജിന്റെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇൻവിറ്റേഷൻ സമ്മിറ്റ് അറ്റൻഡ് ചെയ്യും. അവിടെ നമ്മൾ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 30 കൺട്രീസ് എന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവരെല്ലാവരും കാൻഡിഡേറ്റ്സിന് ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലേക്ക് തന്നെ ഗൈഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിലായിരിക്കും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലോ ഓഫ് മണി ആസ് വെൽ ആസ് ഫ്ലോ ഓഫ് ആൾക്കാരുടെ ഒരു റിക്രിയേഷണൽ സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇതൊരു മാറ്റർ ആയിരിക്കും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സെക്ടേഴ്സും ഓപ്പൺ ആവും. അപ്പൊ വൺസ് ഹോസ്പിറ്റാലിറ്റി ഓപ്പൺ ആവുന്ന പോലെ തന്നെ ഇപ്പൊ കൺസ്ട്രക്ഷന്റെ സെക്ടർ ഓപ്പൺ ആവുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോകുന്നത്. അപ്പൊ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് വെൻ യു ആർ ഗോയിങ് ടു ചൂസ് എ കൺട്രി, അത് ഏത് കൺട്രി ആണെങ്കിലും അവിടേക്കുള്ള റിക്വയർമെന്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് അതേ പാത്വേയിൽ എന്ത് പ്രോഗ്രാം മാസ്റ്റേഴ്സ് എടുത്താലായിരിക്കും നമുക്ക് അവിടെ ചെന്ന് സ്റ്റേ ബാക്ക് കിട്ടി നമുക്ക് സെറ്റിൽ ആവാൻ പറ്റും, അല്ലെങ്കിൽ PR-ലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അതിന് എന്ത് എക്സാം ആണ് നമ്മൾ എഴുതേണ്ടത്? കോമൺ ആയിട്ട് നമ്മൾ എഴുതുന്ന ഒരു എക്സാം ആണ് IELTS. അതല്ലാണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാമെന്ന് പറഞ്ഞ് കുറെ എക്സാംസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി നമ്മൾ പറയുന്നത് IELTS വിൽ ബി ആക്സെപ്റ്റഡ് വൈഡ്ലി ആണ്, മനസ്സിലായി? അപ്പോ ഇതൊരു 1 പോയിന്റ് ആണ്. ഇതല്ലാണ്ട് ഇപ്പൊ ബേസിക്കലി കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് സ്റ്റേ ബാക്ക് കിട്ടാണ്ട് തിരിച്ചു പോരുമോ? ഇതൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്റ് പ്രോഗ്രാം അല്ല ചൂസ് ചെയ്യുന്നത്. അതിന്റെ പാത്വേ ആണ് ഇവിടെ ഓപ്പൺ സ്കൈസ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ ഈ പറയുന്ന സ്കോറും എല്ലാം റിക്വയർമെന്റ്സും ആയിട്ട് നമ്മളുടെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കറക്റ്റ് പ്രോഗ്രാം എടുക്കണം, ആ പ്രോഗ്രാം വഴി നമുക്ക് ഏത് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും, അവിടെ നിന്ന് എങ്ങനെ നമ്മൾ PR-ലേക്ക് ലീഡ് ചെയ്ത് നമുക്ക് സെറ്റിൽ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മാം, ഡു യു വോണ്ട് മീ ടു ആഡ് സംതിങ് എൽസ്? അപ്പം വിനോദ് ആക്ച്വലി അതെല്ലാം പറഞ്ഞത് റിയലി വാലിഡ് പോയിന്റ്സ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഒരു പോയിന്റ് കൂടെ മെയിൻ ആയിട്ട് ആഡ് ചെയ്യണം തന്നെ, ഐ ബിലീവ് ദ റൈസ് ഓഫ് റേസിസം. ഇപ്പം സാധാരണ ഒരു കോമൺ ഡിസ്കഷൻ വിത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ജനറൽ ഇസ്, അയ്യോ നമ്മൾ പോയിട്ട് പ്രയോജനമില്ല, there will be so much negativity we are facing, അല്ലെങ്കിൽ പോയിട്ട് നമുക്ക് ജോബ് കിട്ടാതെ തിരിച്ചു വരുന്നു, റേസിസം, it's like a hate culture പോലെയാണ് ഇപ്പൊ മീഡിയ പോർട്രേ ചെയ്യുന്നത്. That is what is told in the media. അപ്പം ആസ് എൻ എക്സ്പേർട്ട് ഇൻ ദിസ്, സെൻഡിങ് സോ മെനി സ്റ്റുഡൻസ് അബ്രോഡ്, എത്ര പ്രൊഫഷണൽസിനെ അബ്രോഡ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഫ്രം യുവർ എൻഡ്, ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യത്തിൽ ഐ തിങ്ക് യു വിൽ ഹാവ് എ വെരി ഗുഡ് ഫസ്റ്റ് ഹാൻഡ് ഒപ്പീനിയൻ ടു ക്ലാരിഫൈ ഓൾ ദിസ്. മാം, 2 പോയിന്റ്സ് ആണ് എനിക്ക് അതിൽ സ്ട്രെസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് 15 years ആയിട്ട് ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. From that time, I'm seeing people going from here to different parts of the world. Like mostly ഒരു Big 4 എന്ന് പറയുന്നത് തന്നെ US, കാനഡ, UK, ഓസ്ട്രേലിയ ആയിരുന്നു. അത് അല്ലാണ്ട് ന്യൂസിലാൻഡ് വന്നു, അയർലൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ സ്വിറ്റ്സർലാൻഡ് ട്രെൻഡാണ്, സ്വീഡൻ ട്രെൻഡാണ്, ഫ്രാൻസ്, ജർമ്മനിയൊക്കെ ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന. അല്ലാണ്ട് അതിന്റെ ഇടയിൽ ഏറ്റവും ചെറിയ ചെറിയ കൺട്രികളിൽ പോളണ്ട്, ലിത്വാനിയ, ലാറ്റ്വിയ, അങ്ങനെ എല്ലായിടത്തേക്കും ആൾക്കാർ പോകുന്നുണ്ട്, മാൾട്ട. അപ്പോ ബേസിക്കലി എൻ്റെ ഒരു 2 പോയിന്റ്സ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്, ഒന്ന്, ഈ റേസിസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണ്ടും എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി നമ്മളുടെ ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ അവർ ചെല്ലുന്ന കോഴ്സ് പഠിച്ച് അവരുടെ പാർട്ട് ടൈം ജോലി ചെയ്ത് ഒരു PR-ലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് സംഭവങ്ങളിൽ എല്ലായിടത്തും ഒരു കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ഈ കൺട്രീസ് ആണെങ്കിലും ആഫ്റ്റർ പോസ്റ്റ് കോവിഡ് അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് ഈ കട്ട് ഓഫ് എല്ലാം എടുത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ലാംഗ്വേജ് സംഭവങ്ങളും എല്ലാം ഒന്ന് ഇപ്പൊ വിത്തൗട്ട് IELTS അല്ലെങ്കിൽ ഒക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പല കൺട്രീസും ഓപ്പൺ ചെയ്തു. അപ്പൊ ഈസി ആയിട്ട് പിള്ളേർക്ക് പോകാനുള്ള, അവർക്കും മനസ്സിലാവുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു ഇഷ്യൂ വരുന്നത് എന്നുള്ളത് അവർക്ക് ഫേസ് ചെയ്യാനുള്ളൊരു. അപ്പൊ ബേസിക്കലി അവിടുത്തെ കൺട്രിയിലുള്ള ആൾക്കാരുടെ ഒരു കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിക്ക് ഒരു പ്രശ്നമുണ്ട്. ആക്ച്വലി നമ്മളത് കുറച്ചൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയാണ് അതിൽ ചെയ്യാനുള്ള ഒരു ഹൈലൈറ്റഡ് പോയിന്റ്. സെക്കൻഡ്ലി എനിക്ക് തോന്നിയേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഏത് കൺട്രിയിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതൊരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നമുക്ക് തന്നെ നമ്മളുടെ ഒരു എന്താണ് ക്വാളിഫിക്കേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കൺട്രി ആണോ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും കയറി പോയാൽ മതി എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. ഇവിടെ നിൽക്കണ്ട, നമുക്ക് എവിടേക്കെങ്കിലും കയറി പോകണം, അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട്. പിന്നെ കോഴ്സ് ചൂസ് ചെയ്ത പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കലും അവർ ബ്രേക്ക് ചെയ്യില്ലായിരുന്നു. ഈ കോഴ്സ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി വിസയിലാണ് ഒരു കൺട്രിയിൽ ചെല്ലുന്നത്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു റീച്ച് എ കൺട്രി. കാരണം ആ കൺട്രിയിൽ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ ചെല്ലുകയാണ്, ആ കൺട്രി നമ്മളെ വെൽക്കം ചെയ്യും. മോസ്റ്റ്ലി നമുക്ക് വിസ കിട്ടുകയും ചെയ്യും, നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇൻ കേസ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ പിൻ നമ്പർ, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഇവിടുത്തെ ആധാർ കാർഡ് പോലത്തെ ഒരു നമ്പർ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇവർക്ക് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ UK ആണെങ്കിൽ അവര് ഒരു പ്രാവശ്യം നമ്മളെ മെയിൽ അയക്കും, ഒരു പ്രാവശ്യം കോൾ ചെയ്യും, പിന്നെ ഒരു കോളും ഒരു മെയിലും ചെയ്യും. ലൈക്ക് ദിസ് കാൻഡിഡേറ്റ് ഈസ് നോട്ട് അറ്റൻഡിങ് ദ സെഷൻ, അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇത് ഈ കാൻഡിഡേറ്റിന് തന്നെ ആയിരിക്കും പോകുന്നത്. ഇവരിത് കണ്ടില്ല, ഇഗ്നോർ ചെയ്ത് പാർട്ട് ടൈം ജോലിക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദേ വിൽ ഇൻഫോം UKVI, ഇമിഗ്രേഷനെ അറിയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരെ ഡിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ളവര് മീഡിയയിൽ വന്നിട്ട് എന്തു പറയും? ഇങ്ങോട്ട് കയറി വരണ്ട, ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പ്രശ്നമാണെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയ എത്ര ആൾക്കാർ മീഡിയയിൽ ഇരുന്നിട്ട് അവർക്ക് സമയമില്ല മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനായിട്ട്. ബേസിക്കലി നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണം, അവരുടെ ലൈക്കും കമന്റും ഒന്ന് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയണം. ഇറ്റ് ഈസ് ദർ വെരി ഹൈ ഒരു ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ്. ഇപ്പൊ 2012 2011 നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ദർ. 2013 2014 കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ഒന്ന് റീവാമ്പായി വന്നതാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ് ഓൺലി. കാരണം അതൊരു ചേഞ്ച് ആണ് എപ്പോഴും. ദാറ്റ് ഹാപ്പൻസ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെ, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ഇങ്ങനെ അബ്രോഡ് പോയിട്ട് കാര്യമില്ല. യു ഹാവ് ടു അനലൈസ് വാട്ട് കോഴ്സ് യു വാണ്ട് ടു ടേക്ക്, ഓർ വാട്ട് പാത്വേ യു വാണ്ട് ടു ടേക്ക്, വിച്ച് കൺട്രി യു വാണ്ട് ടു ടേക്ക് ഗോ ടു. എന്താണ് അവിടെ ചെന്നിട്ട് പോയി നമുക്കിപ്പോ പാർട്ട് ടൈം ജോലി, ഐ തിങ്ക് എവറി ഇന്ത്യൻ ഡസ് ദാറ്റ്. നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പാർട്ട് ടൈം ജോബ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ആൻഡ് പാർസൽ. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ഐ തിങ്ക് മെനി പീപ്പിൾ ഡോണ്ട് നോ ദാറ്റ്. അപ്പം ഇതുപോലത്തെ ഒരു ഗൈഡഡ് പാത്ത് വേ അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ഹാൻഡ് ഇരിക്കുന്ന സമയത്ത് അബ്രോഡ് പോള ജേർണി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് വിൽ ബി ഐ ഗെസ് മോർ ഈസി ആൻഡ് ഫെയർ. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം യുവർ മാം. നമുക്ക് ഗൈഡൻസ് മാത്രം ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പാത്ത് വേ കിട്ടുക എന്നുള്ളത് ഒരു 1 പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അതല്ലാണ്ട് ഇവർക്ക് സ്വന്തമായി അനലൈസ് ചെയ്യാൻ പറ്റണം ഇവരെന്താണ്. ഇപ്പൊ പണ്ട് ഇപ്പൊ ഒരാൾക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അവർ ബിടെക് കഴിഞ്ഞു, ഓക്കെ ഐ എം ഗോയിങ് ടു ജർമ്മനി എന്ന് അവർ ഉദ്ദേശിച്ചിരുന്നത് ജസ്റ്റ് ടു അവിടെ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടും, അത് കാരണം ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോകാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നില്ല. അവർക്ക് ചിലപ്പോൾ ഓട്ടോമൊബൈലിലായിരിക്കും താല്പര്യം, അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നത് ജർമ്മനിയിലായിരുന്നു. അപ്പൊ പണ്ടും ആൾക്കാർ ജർമ്മനിയിൽ പോയിരുന്നു. പക്ഷെ ഇത്രയും ഭൂമി കൊടുത്തത് ഇവിടെയുള്ള ക്രൗഡ് തന്നെയാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയാൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, IELTS 6 കിട്ടിയാൽ മതി, ഒരു 75% മാർക്ക് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ളൊരു ഭൂമി വന്നു. അപ്പൊ എല്ലാവരും കൂടി അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് ഞാൻ ഐ എം നോട്ട് മേക്കിംഗ് അതിലൊരു എഗ്നിസ്റ്റ് ഉള്ള ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്. പക്ഷെ അതിനേക്കാളും നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരു പ്രൊഫൈൽ കിട്ടിയാൽ വി ആർ പ്രൊഫൈലിങ് ഇറ്റ്. അവർക്ക് എത്ര ബാക്ക് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. കാരണം മോസ്റ്റ് ഓഫ് ദി ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിനൊരു ട്രെൻഡ് കുറച്ച് ലോ ആയേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ, അവരെന്ത് ചെയ്തു? ഇന്ത്യനെ ലെവൽ 2 ലെവൽ 3 ആക്കി. ബിക്കോസ് ഡോക്യുമെന്റ് ചെക്ക് കൂട്ടി. ബിക്കോസ് IELTS കിട്ടിയവരും അല്ലെങ്കിൽ ITR ഉള്ളവര്, നല്ല ഫിനാൻസ് ഉള്ളവര്, ഒരു 70% മാർക്ക് ഉള്ളവരെ മാത്രമേ അവർ കൊണ്ടുപോകുന്നുള്ളൂ. മനസ്സിലായോ? ബിക്കോസ് ദേ ജസ്റ്റ് റൈസ് ദെയർ സ്റ്റാൻഡേർഡ്സ്. ആ ക്വാളിറ്റി ഒറ്റയടിക്കാൻ കൂട്ടി. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പോകാൻ പറ്റാത്തത്. അപ്പൊ ഇവരെന്ത് ചെയ്ത് UK പോകണം എന്ന് വിചാരിച്ചു. UK പോകുമ്പോഴെന്താണ് വിത്തൗട്ട് IELTS പോകാം, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇല്ലാണ്ട് അവിടെ ചെല്ലാം. പക്ഷെ ഈ കമ്മ്യൂണിറ്റി നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ തന്നെ ഇവർക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഒരിക്കലും അവർ അവരുടെ കൾച്ചറിൽ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ആണ്
ഇതെന്റെ പേഴ്സണൽ അനാലിസിസ് ആട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ കിട്ടി അവരുടെ പോർട്ട്ഫോളിയോ വെച്ച് അല്ല അവരുടെ പ്രൊഫൈൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ബാക്ക് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്, എവിടെയാണ് അവർക്ക് വീക്ക്നെസ് ഉള്ളത്, അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത്. വൺസ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് അവരുടെ വിസ വരെ ചെയ്ത് അവർക്ക് അവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് അവരെ പിക്കപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ വരെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. ഓക്കെ ഫൈൻ. അപ്പം ഇതിനകത്ത് then I really want to ask one thing. ഒരു കാര്യം നമുക്ക് മീൻസ് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് അറിയാനുള്ള ഒരു കാര്യം തന്നെ ഇപ്പം ടുഡേ ആസ് ഓഫ് നൗ ജൂൺ 2026 വാട്ട് ഡു യു തിങ്ക് നമുക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ള കോഴ്സസ് ഓർ വാട്ട് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ആർ സ്റ്റുഡൻസ്? എസ്പെഷ്യലി നമുക്കറിയാലോ ഇപ്പൊ നീറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ എല്ലാം വന്നിട്ടുണ്ട്. And lot of students are struggling and they എന്താണ് അടുത്ത ഓപ്പർച്യൂണിറ്റിയില നോക്കുന്ന ഒരു സമയമായിരിക്കും. സമയത്ത് നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ടു ദീസ് സ്റ്റുഡൻസ്? ഏത് കോഴ്സാണ് ഇപ്പൊ അവൈലബിൾ അക്കോർഡിംഗ് ടു യു? ഏത് കൺട്രി ആണ് ഇപ്പൊ നമുക്കത് ഈസി ആയിട്ട് കിട്ടുന്ന ആ ഒരു ഓപ്പണിംഗ് അക്കോർഡിംഗ് ടു യു? മാം, ഇതെന്ന് പറഞ്ഞാൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ബാച്ചിലേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ചെയ്യുന്ന BSc നഴ്സിംഗിനാണ്. BSc നഴ്സിംഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് UK-ക്കാണ്. കാരണം ഇറ്റ്സ് വെരി അഫോർഡബിൾ ആൻഡ് 3 ഇയേഴ്സിന്റെ BSc നഴ്സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് അവർക്ക് ജോബിലേക്ക് പ്ലേസ്ഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, പക്ഷെ ഇവരുടെയൊക്കെ കട്ട് ഓഫ്സ് ഭയങ്കര ഹൈ ആയി പോയി. അതുകൊണ്ടാണ് അത് കുറച്ച് ഡിലേയിൽ നിൽക്കുന്നത്. എന്നാലും സ്റ്റുഡൻസ് ആർ ദർ ഫോർ ദാറ്റ് പ്രോഗ്രാം. BSc നഴ്സിംഗ് ഇസ് ഓൾവേസ് ഒരു ഹെൽത്ത് കെയർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിനും ഒരു പ്രയോറിറ്റീസ് ആണ് ഹയർ സൈഡാണ്. പക്ഷെ അതേപോലെ തന്നെ ഇന്റർവ്യൂസും ഉണ്ടാവും. ഈ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അത് ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്കത് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈസിയസ്റ്റ് വേയിൽ ആൾക്കാർ ഇപ്പൊ ജോർജിയ, അൽബേനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഫണ്ടാണ്. ഇപ്പൊ അവർക്ക് അത്രയും ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻസ് അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഈസി ഓപ്ഷൻ ആണ് അത് എടുത്തുകൊണ്ട് യൂറോപ്പിൽ എവിടേക്ക് വേണമെങ്കിലും ലാംഗ്വേജ് പഠിക്കണം. പക്ഷെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കാണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആൾക്കാർ എന്തുകൊണ്ടാണ് അത് നോക്കുന്നതെന്ന് വെച്ചാൽ നല്ല ജോബ് കിട്ടുന്നു. ആ ജോബ് ലീഡിങ് ടു PR ആണ്. പെർമനന്റ്ലി അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇവിടെയുള്ള മലയാളീസ് എപ്പോഴും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി പ്രിഫർ ചെയ്യുന്നത്. ഇതല്ലാണ്ട് മാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇഷ്ടംമാതിരി ഓപ്പർച്യൂണിറ്റീസ് ആണ്. AI, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക്കില് എല്ലായിടത്തും നല്ല ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോ അതേപോലെ ഇനി ഇതല്ല ഒരു ബിസിനസ് ബേസ്ഡ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, നമ്മളുടെ ലക്ഷറി ബ്രാൻഡ് മാനേജ്മെന്റ്, ഫാഷൻ, ഫോട്ടോഗ്രാഫി, എല്ലാത്തിലും കോഴ്സസ് ഈ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സും. ബാച്ചിലേഴ്സ് ഇപ്പോ നമ്മൾ BCom BBA എന്ത് കഴിഞ്ഞ ആളാണെങ്കിലും ഈ പറയുന്ന ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ബേസ്ഡ് ഓൺ അവരുടെ മാർക്കായിരിക്കും. ഒരു ബേസിക്കലി ഒരു 55% എങ്കിലും മാർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനനുസരിച്ച് അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ കൺട്രി വൈസ് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അവർ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളൊരു തോട്ട് ആൾക്കാർക്ക് ഉണ്ടെങ്കിലും പക്ഷെ ദേ കവർ ദെയർ ട്യൂഷൻ ഫീസ്, ഫുഡ്, അക്കോമഡേഷൻ, ലിവിങ് എക്സ്പെൻസും വിസയും ഇൻഷുറൻസും കൂടി കവർ ചെയ്തിട്ടാണ് ആ എമൗണ്ട് വരുന്നത്. പക്ഷെ 6 months പെയ്ഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്. സെക്കൻഡ് സെമ്മ് മൊത്തം പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. അവിടെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇറ്റ്സ് വെരി പ്രീമിയം ആയിട്ടാണ് അവർ ചെയ്യുന്നത്. 6 months സ്റ്റഡി, 6 months ഈ പഠിച്ച സംഭവം പ്രാക്ടിക്കൽ ആയിട്ട് പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യുക. അതൊരു 2.5 lakhs എങ്കിലും മിനിമം നമുക്ക് എവറി മന്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. 100% ജോബ് പ്ലേസ്മെന്റും വരുന്നുണ്ട്. ഇതല്ലാണ്ട് ഓസ്ട്രേലിയ നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചും കൂടി ഇപ്പൊ ITR ഉണ്ട്, ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നല്ലതാണെങ്കിൽ ഓസ്ട്രേലിയ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ന്യൂസിലാൻഡ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. ന്യൂസിലാൻഡ് പക്ഷെ ഇപ്പൊ അവരുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ ഫണ്ടായിട്ട് നമ്മൾ നേരത്തെ 3 months to 6 months കാണിച്ചിരുന്നത് അവന് ഒരു 1 yearലേക്ക് കാണിക്കണം എന്നുള്ളൊരു റിക്വയർമെന്റ് വന്നതിന് ശേഷം ആൾക്കാർക്ക് കുറച്ച് ഫണ്ട് കൂടുതലാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ എങ്കിലും സെറ്റിൽ ചെയ്യാനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കൺട്രിയാണ്. അയർലാൻഡ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. എവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ബാച്ചിലേഴ്സ് ആസ് വെൽ ആസ് മാസ്റ്റേഴ്സ് കേട്ടോ.
ഈ പറയുന്ന കൺട്രീസിലെല്ലാം IELTS റിക്വയർമെന്റ് മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 6.5 എങ്കിലും സ്കോർ ചെയ്യാൻ നമ്മൾ നോക്കണം. ഇൻഡിവിജ്വൽ ബാൻഡ് നോട്ട് ലെസ് ദാൻ 6. കാരണം അങ്ങനെ കിട്ടുവാണെങ്കിലാണ് നമുക്ക് വിസയിലേക്ക് പോകാനും ബാക്കിയുള്ള ഫർദർ ഒരു PR-ലേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കുറച്ചുകൂടി ഹയർ ആയിരിക്കും. ഓക്കെ, ഐ തിങ്ക് അത് ഭയങ്കര ഒരു നല്ല ഇൻഫർമേഷൻ ആയിരുന്നു വിനോദ് ഫ്രം യുവർ എൻഡ്. മെനി തിങ്സ് ഇപ്പൊ നമുക്ക് ഈ ചേഞ്ചിങ് ട്രെൻഡ്സ് ഓൺലി ത്രൂ ലൈക്ക് കമ്പനീസ് ലൈക്ക് യു നമുക്ക് അതിന്റെ ഒരു അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. സോ ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഐ തിങ്ക് അതെല്ലാം പിള്ളേർക്ക് നല്ലൊരു ബെനിഫിഷ്യൽ ആയിരിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. ബിക്കോസ് ദീസ് ആർ ദ ന്യൂ ട്രെൻഡ്സ് എന്ന് പറയത്തില്ലേ, ന്യൂ ഓപ്പണിംഗ്സ്, ജെനുവിൻ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. I think Vinod, students in a direct rate, if they contact you, you can guide them in that pathway, right? In all that. Okay, fine. So, ഇതില് I have to share a story. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് നടന്ന ഒരു സ്റ്റോറിയാണ്. Where nursing student, she's cleared her OET, she's cleared her NCLEX, RN and all that. അപ്പൊ ആ കുട്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോവാൻ വേണ്ടി അല്ലെങ്കിൽ കാനഡയിൽ പോവാൻ വേണ്ടി one of the main requirements from their end was ഒരു നല്ല IELTS score. So she was like pretty, I would say, ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ബിക്കോസ് നമ്മള് വിചാരിക്കും ഓക്കെ കുറച്ച് ലൈക്ക് IELTS വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഇറ്റ് ഈസ് നോട്ട് നെസസറി, നമുക്ക് OET മതി. But വിസ ടൈം വന്നപ്പോൾ it was very much necessary for that candidate to clear her IELTS. So that shows how എന്താ പറയാ, like IELTS is an important part and parcel of students or professionals who want to go abroad and settle abroad. അതിന് ഒരു ഡൗട്ട് ഇല്ല. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 10 days ആ ക്ലയന്റ് കൂടെ ഇരുന്നു. We were trying to show the different pathways. എവിടെ പോയി ചെന്ന് നോക്കിയാലും it was like ending in IELTS. So it shows ഈ IELTS എന്ന് പറയുന്ന ഒരു exam is a boon for the students. Yes. But also proper guidance illada adu clear and paadaയിരിക്കും. So for that I have asked our IELTS expert Maya ma'am to give us a brief like intro. Ipo nare students ആദ്യമായിട്ടായിരിക്കും ഈ session join ചെയ്യുന്നത്. So they would be like interested to know what is the different aspects of IELTS. എന്താണ് ഈ IELTS ന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ്? Why every country wants IELTS? വേറെ ഒരു എക്സാമിനേഷൻസിനും IELTS പോലത്തെ ഒരു ഡിമാൻഡ് ഞാൻ കാണുന്നില്ല. So I think ma'am you can talk a bit more about that. Yeah, thank you so much, Basima, for that introduction. So hopefully I'll be able to clear many of the doubts that many of the students sitting here will be having. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കാനിരിക്കുന്ന ക്വസ്റ്റ്യന്, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കാണ് കോൺഫിഡൻറ്റ് ഓക്കെ ഐ നോ എവറിത്തിങ് അബൌട്ട് IELTS, എനിക്ക് എല്ലാ IELTSനെ കുറിച്ച് അറിയാവുന്നുള്ള കോൺഫിഡൻസ് ആർക്കൊക്കെയാ? ഓക്കെ, ഡോണ്ട് വറി ഇഫ് യു ഡോണ്ട് നോ, ബിക്കോസ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നു ബാസിമ എന്നാന്ന് വെച്ചാൽ ദർ ഇസ് എ ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ. ആക്ച്വലി ഒത്തിരി ഇൻഫർമേഷൻ, അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇത് ഏതാണ് സത്യം ഏതാണ് മിത്ത്. സോ hopefully within this very short webinar I'll be able to clear what are the clear the difference between the facts and the myths. എന്താണ് IELTS എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. Okay, so for that let's begin this very short webinar. So hopefully you can see the screen. Yeah, okay. So before we go into that, just let me introduce myself. എൻ്റെ പേര് മായ തോമസ് എന്നാണ്. So I've been an IELTS trainer for the past 10 plus years. So basically I'm a CELTA qualified English language trainer. But CELTA qualified എന്ന് പറഞ്ഞാൽ I'm actually trained to teach young adults English. Okay, so it is a certificate University of Cambridge. So over the years ഞാൻ ഒത്തിരി hundreds of സ്റ്റുഡൻസിനെ I have helped them reach their target goals. Whether it is in listening module, reading, speaking, writing, എന്താണെങ്കിലും I have been there. I have guided them to reach their goals.
അപ്പം എനിക്ക് അറിയണ്ട to people who are listening here, to people who are attending this session, what exactly is your goal? നിങ്ങളുടെ ഗോൾ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. Where do you actually see yourself in the future? ഓക്കെ, കുറച്ച് പേർക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം, കുറച്ച് പേർക്ക് പഠിക്കാനായിരിക്കും താല്പര്യം, കുറച്ച് പേർക്ക് ചിലപ്പോൾ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലേ? ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ്. മേ ബി ന്യൂയോർക്ക് USA ആയിരിക്കും പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യൻസ്, ഐ തിങ്ക്. UK, another popular destination. Australia, എവിടെ വേണമെങ്കിലും, മേ ബി നോട്ട് ദീസ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ്. ഇപ്പോൾ അയർലൻഡ് ആയിരിക്കും, ന്യൂസിലൻഡ് ആയിരിക്കും, എന്താണെങ്കിലും എനിക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. വാട്ട് എവർ യുവർ ഡെസ്റ്റിനേഷൻ ഇസ്, the story or your journey often begins with IELTS. I think that has been discussed by Vinod and Basima, that wherever you see your ultimate this thing is, it ends always with IELTS. സോ ഇപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്ന IELTS ആക്ച്വലി ഒരു ബ്രിഡ്ജാണ്, ഒരു പാലം പോലെയാണ്. നിങ്ങൾ ഫ്രം വെയർ യു ആർ ആക്ച്വലി ടുഡേ ടു വെയർ യു ആർ ഗോയിങ് ടു ബി ഇൻ ദ ഫ്യൂച്ചർ. സോ IELTS ആക്ച്വലി ഹെൽപ്സ് യു. ഇറ്റ് ഈസ് ആക്ച്വലി എ കണക്ഷൻ, ഒരു ബ്രിഡ്ജാണ്, ആ പാലം ഒന്ന് ക്രോസ് ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ എനിക്ക് പിള്ളേരുടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്നത് ഒത്തിരി എക്സാംസ് ഉണ്ട്. Like Vinod has actually mentioned, there are a lot of English proficiency exams, whether it is IELTS, PTE, CELPIP, TOEFL, Duolingo, OET. People are so confused. അപ്പം ആദ്യം ആൾക്കാർ വരുന്നത് ചോദിക്കുന്നത്, അല്ലോ ഞാൻ ഏത് പ്രൊഫഷൻസി എക്സാം ആണ് എഴുതേണ്ടത്, ഏത് ഇംഗ്ലീഷ് എക്സാം ആണ് എഴുതേണ്ടത്? സോ കൂടുതലും IELTS ഉം PT ആണ് ഇപ്പൊ ആക്ച്വലി റിനൗണ്ട് ആയിട്ട് നിൽക്കുന്നത്. സോ IELTS or PT, that is actually the main doubt that people actually have. ഞാൻ ഏത് ചൂസ് ചെയ്യണം? So when I've actually thought about it, I thought, കുറച്ച് ഡിഫറൻസസ് എനിക്ക് പെട്ടെന്ന് തോന്നിയ കുറച്ച് ഡിഫറൻസസ് ഒന്ന് നോട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർത്തു for this session. Because many of you ഇത് ഇൻഡെപ്ത് ആയിട്ടൊന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അത്ര ഡിഫറൻസസ്, ആ സ്റ്റാർക്ക് ഡിഫറൻസസ് മനസ്സിലാകത്തില്ല. സോ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് IELTS, ഓഫ് കോഴ്സ് യു ഹാവ് എ ഹ്യൂമൻ സ്പീക്കർ, ഹ്യൂമൻ എക്സാമിനർ, ആൻഡ് വേറസ് ഓഫ് കോഴ്സ് PT കമ്പ്യൂട്ടർ സ്പീക്കിംഗ്. സോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ സ്റ്റുഡൻസ് പേടിയാ, ഇപ്പൊ ഡെഫിനറ്റ്ലി PT അതല്ലേ ഈസി, കമ്പ്യൂട്ടറിനോട് സ്പീക്ക് ചെയ്താൽ മതി. But actually, I always feel that is where IELTS strength is, because you have an human examiner in front of you. നമുക്ക് എല്ലാവർക്കും ഒരു നാച്ചുറൽ ഇന്ററാക്ഷൻ തന്നെയാണ് നല്ലത്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആ മൂവ്മെന്റ്സ്, നമ്മുടെ ബോഡി ജെസ്റ്റേഴ്സ്, അത് നമുക്ക് അറിയത്തില്ല. ദാറ്റ് ആക്ച്വലി ബ്രിങ്സ് ഔട്ട് ദ മാർക്സ്. വേറസ് ആ കമ്പ്യൂട്ടറിനോട് വരുമ്പോൾ നമുക്ക് ആ സ്പീക്കിംഗ് എഫക്റ്റ് വരത്തില്ല. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ IELTS എന്ന് പറയുന്നത്, ഈ PT എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് യു ആർ ഗ്രേഡഡ് ബൈ എ സോഫ്റ്റ്വെയർ, അല്ലേ? ആ സോഫ്റ്റ്വെയറിന് നമുക്കറിയാം, നമുക്കൊക്കെ ഒരു റീജിയണൽ ആക്സെന്റ് ഉണ്ട്. ആ സോഫ്റ്റ്വെയറിന് നമ്മുടെ ആക്സെന്റ് മനസ്സിലാവണമെന്നില്ല. നമ്മൾ പറയുന്നത് ഒന്നും അല്ലായിരിക്കും ആ കമ്പ്യൂട്ടർ കേൾക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ നമ്മുടെ മാർക്ക് പോവും. That is where the benefit of a human examiner or IELTS examination stands out. Definitely examiner trained ആണ് നമ്മുടെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ. പിന്നെ PT എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ്, ഞാൻ പറഞ്ഞ പോലെ. സോ യു ആർ ആക്ച്വലി ടോക്കിംഗ് ടു ദ മൈക്രോഫോൺ. ആ മൈക്രോഫോണിന്റെ പൊസിഷൻ നമ്മൾ കൂടുതൽ ഉറക്കെ പറഞ്ഞാലും പ്രശ്നമാവും, ഒത്തിരി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ കുഴപ്പമാ. പിന്നെ ഫ്ലുവൻസി, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ചിലപ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ നിന്നു പോകും, അപ്പൊ അത് ഫ്ലുവൻസിയെ ബാധിക്കും. Whereas in IELTS, when you're speaking to a human examiner, that person is trained, that person is a human, they know that. അല്ലേ? സോ ഇതാണ് ആക്ച്വലി ഒരു ബെനിഫിറ്റ്. പലരും പറയും, അയ്യോ PT കമ്പ്യൂട്ടർ അല്ല, അതാ എളുപ്പം സ്പീക്കിംഗ്. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ടെക്നോളജി ബേസ്ഡ് ആൻഡ് ദിസ് ഇസ് എ നാച്ചുറൽ ഇന്ററാക്ഷൻ. പിന്നെ വേറെ ഒരെണ്ണം മിക്കവർക്കും അറിയാൻ വയ്യാത്ത, IELTS എന്ന് പറയുന്നത് നമ്മളും എക്സാമിനറും മാത്രമേ ഉള്ളൂ. പക്ഷെ PT എന്ന് പറയുന്നത് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ സംസാരിക്കുമ്പോൾ വേറെ ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സും അവിടെ ഇരുന്ന് സംസാരിക്കുക സ്പീക്കിങ്ങിന്.
സോ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം ചിലവർക്ക് എസ്പെഷ്യലി. So that also you have to take into account when you're deciding, oh, should I choose IELTS or should I choose PT? Then of course there is that options which are given. IELTS എനിക്ക് തോന്നുന്നു IELTS മാത്രമേ ഉള്ളൂ, which is the only exam which gives you an option, okay, you can do it on paper. PT, computer, OET also, there is a paper pen option, but all the others exams is computer. So നമ്മൾ കൊച്ചിലേ തൊട്ട് നമ്മൾ ട്രെയിൻഡ് പേപ്പർ പെന്നാണ്. സോ ഒത്തിരി കാൻഡിഡേറ്റ്സ് എനിക്കറിയാം റൈറ്റിംഗ് വരും, കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ അയ്യോ മാം എനിക്ക് പോയിന്റ്സ് കിട്ടത്തില്ല ഞാൻ കമ്പ്യൂട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, പേപ്പർ പെൻ തന്നെയാണ് നല്ലത്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി IELTS ആ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് പേപ്പർ ഉണ്ടോ, നിങ്ങൾക്ക് പേപ്പർ എഴുതണോ, നിങ്ങൾ പേപ്പർ എഴുതിക്കോ. അതോ കമ്പ്യൂട്ടർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ എഴുതോ. ഐ തിങ്ക് ദിസ് ഈസ് ദ ഓൺലി എക്സാം വിച്ച് ഗീവ്സ് യു ദാറ്റ് ഓപ്ഷൻ. യു ക്യാൻ ഡു പേപ്പർ ആൻഡ് യു ക്യാൻ ഡു കമ്പ്യൂട്ടർ. PT or many other English proficiency exam doesn't give you that option. Then another difference that I would like to talk about is single skill evaluation on PT and integrated test also. So many of the candidates may not know about this. IELTS എന്ന് പറയുന്ന 4 മോഡ്യൂളുണ്ട്, PTയും 4 മോഡ്യൂളുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്ന് പറയുന്നത് IELTS നമ്മൾ ലിസണിങ് ചെയ്യുമ്പോൾ ലിസണിങ് സ്കിൽ മാത്രമേ ഇവാലുവേറ്റഡ് ആവത്തുള്ളൂ. പക്ഷെ PT എന്ന് പറയുമ്പോൾ ലിസണിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്പീക്കിംഗ് അതിനകത്ത് ഇവാലുവേഷൻ ചെയ്യും, ചിലപ്പോൾ റൈറ്റിംഗ് ഇവാലുവേറ്റ്, ചിലപ്പോൾ റീഡിങ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. സിമിലർലി ഇഫ് യു ഡൂയിങ് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് ഒക്കെ ഇവാലുവേഷൻ ചെയ്യും. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ്. സോ അതും ചിലവർക്ക് ചിലപ്പോൾ ഒരു ഡിഫിക്കൽറ്റി വരാം. സോ ഇതാണ് ഞാൻ കാണുന്ന ഒരു മെയിൻ ഡിഫറൻസസ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു പോയിന്റ് ഔട്ട് what I think. So ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ പ്രെഫറൻസസ്. ഇനി ചിലവർ പറയാം ഓക്കെ OET ആണോ നല്ലത്, ആൻഡ് ഓഫ് കോഴ്സ് അറിയാൻ വയ്യാത്തവരോട് പറയാം OET is only for medical professionals. So if you are in the medical field, okay, OET might be a good option for you. But like Basima said, in the end, her student had to do IELTS for the visa clearance. So avideയും ചിലപ്പം പാര വരും. Why it is only for medical professionals? Because അവിടുത്തെ എക്സാം health based ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So if you are asking me personally, എന്ത് ചെയ്യണം, ഞാൻ IELTS, PT അതോ സെൽപിപ്പോ ടോഫിലോ എന്ത് ചെയ്യണം, I would give one advice. Don't choose a test because it's easy. Choose a test that would create the most opportunities for your future. This is one advice that I would give, and I think many of the people who are actually involved in this field would give this advice also. So എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡെഫിനറ്റ്ലി പ്ലീസ് ഡോണ്ട് ചൂസ് എക്സാംസ്. തിങ്ക് ഓക്കെ ഇതും കൊണ്ട് ഈ എന്താണെങ്കിലും എല്ലാത്തിനും ഒരേ റേറ്റ് ആണ്, എന്താണെങ്കിലും മെനക്കെട്ട് പഠിക്കണം. സോ look at the opportunities. Okay, so why now comes to the why is IELTS popular? എനിക്ക് തോന്നുന്നു വിനോദും ബാസിമൊക്കെ അത് പറഞ്ഞു. But let me just tell it one more time, because of course the topic is IELTS അല്ലേ. എന്തുകൊണ്ടാണ് IELTS? Why do people choose IELTS? Because it is recognized all over the world. So ഇത് കുറേ നാളായിട്ടുള്ള പരീക്ഷ. I mean, it is, I think, one of the first exams, English proficiency exam. If I'm not wrong, I'm not, I think it is one of the first exams. So definitely a lot of trust is there wherever your destination is. Like, it is trusted by more than 12,500 institutions. The leading university, if you have written IELTS and if you have scored, പിന്നെ അവിടെ ഒരു ചോദ്യചിഹ്നം ഇല്ല. Okay, that is guaranteed. Okay, you know English. Set ആണ്. Employers, professional bodies, immigration authorities. I think many people have talked about immigration authorities. അത് എനിക്കും അറിയാം. A person who has actually written Duolingo, I think. അവസാനം 2-3 പേരെ എനിക്കറിയാം. They have actually written, one came back and wrote IELTS because ഈ ഏജൻസി പറഞ്ഞു ഇമിഗ്രേഷൻ പ്രോബ്ലം വരും, അതുകൊണ്ട് IELTS എഴുതണമെന്ന്. So definitely ഒന്നും പറയാനില്ല. IELTS is it's globally recognized and it is it's very popular because of that. പിന്നെ ഈ IELTS, since it is so like beginning ആയതുകൊണ്ട് നമുക്ക് റിസോഴ്സസും
There are many resources. ഇപ്പോൾ webinars ആണെങ്കിലും master classes ആണെങ്കിലും all the resources, you have lots of resources. So that is also a boon of IELTS. അപ്പൊ ഇത്രയാണ് എനിക്ക് IELTS, why choose IELTS എന്ന് പറയാനുള്ളത്. പിന്നെ ഇത് IELTS ചൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വേറെ ഒരു കൺഫ്യൂഷനും കൂടെ വരും. ഏത് ടെസ്റ്റാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്? IELTS അക്കാഡമിക് ആണോ, IELTS ജനറൽ ആണോ? ഓക്കെ, സോ ഓഫ് കോഴ്സ് അക്കാഡമിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റഡീസ് ആണ്. സോ IELTS അക്കാഡമിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ആണ് മെയിൻലി. ബട്ട് for those who are not aware, even if you want to get your professional registration like nurses, doctors, speech therapists, any healthcare professional, അല്ലെങ്കിൽ even teachers, if they want like ഗൾഫിലൊക്കെ ടീച്ചേഴ്സ് അവരും ഈ IELTS അക്കാഡമിക് എഴുതും. So or for if you are going for general training, usually you are migrating or for any general employment purposes. So ഞാൻ പറയുന്നത് ബിഫോർ യു റൈറ്റ് ദ IELTS എക്സാം, നിങ്ങൾ ഏത് ഓർഗനൈസേഷൻ ആയിട്ടാണോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരോടൊന്ന് ചോദിക്കുക, അവരോട് മേക്ക് ഷുവർ ചെയ്യുക, ഓക്കെ വിച്ച് ഇസ് ദ എക്സാം ദാറ്റ് ഐ ഷുഡ് ടേക്ക്. അവരായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് ഓരോ ഓർഗനൈസേഷൻസിന് ഓരോ സ്റ്റിപ്പുലേഷൻസ് ആണ്, ബട്ട് മോസ്റ്റ്ലി ഇതാണ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു IELTS എക്സാമിനേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഈ പിള്ളേരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. IELTS എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. അയ്യോ എൻ്റെ ദൈവം, ഇതാണ് യൂഷ്വലി ഞാൻ കാണുന്ന ഒരു ഇത്. I mean, this is the picture that I have of certain students at least. My English isn't good enough. I have to be a Sashi Tharoor if I want to clear IELTS. I think I'm afraid of speaking. And ഞാൻ നാണക്കേട് നാട്ടുകാർ മുഴുവൻ ചോദിക്കും. ഇപ്പൊ ഒരു ഇതാണല്ലോ എല്ലാവരും IELTS ചെയ്തും കിട്ടിയോ സ്കോർ, നാണക്കേടാ. പിന്നെ of course too much information can mislead you and you don't know where to start. That is situation. So if you are in this position, don't worry. Many of the candidates that are sitting in UK or USA had the same fears and doubts. So ഇവിടെയാണ് നമുക്ക് ഈ സെഷൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ കുറച്ച് മിത്സ് എന്തൊക്കെയാണ് അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയാനാണല്ലോ നമ്മൾ ഇന്നത്തെ ഇത് കൂടിയത്. സോ ബിഫോർ ദാറ്റ് ഈ IELTSന് ഒരു വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ബി എ ശശി തരൂർ, യു ഡോണ്ട് ഹാവ് ടു ഹാവ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ജസ്റ്റ് എ മിസ്കോൺസെപ്ഷൻ. ബിക്കോസ് എനിക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസിനെ അറിയാം നല്ല അടിപൊളി ഇംഗ്ലീഷ് അറിയായിരിക്കും, പക്ഷെ അവർക്ക് സ്കോർ കിട്ടിയിട്ടില്ല. പക്ഷെ ആവറേജ് ഇംഗ്ലീഷ് വെച്ച് ചിലവർ അവരുടെ ടാർഗറ്റ് സ്കോറും കിട്ടിയിട്ടുണ്ട്. വൈ? ബിക്കോസ് they know about IELTS. They know that this is a myth. I don't need advanced English. Okay, clear communication is what matters more. Myth 2, I need difficult vocabulary. No. You don't need difficult vocabulary. You just need natural vocabulary. Pinne, of course, I need years of preparation. But adum venda. With the right strategy, with the right guidance, you can clear your IELTS in a math. ഇങ്ങനെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആക്ച്വലി ക്ലിയർ ചെയ്യാം. സോ എന്തുകൊണ്ടാണ് ബിക്കരും തോക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാവർക്കും വരുന്നത്. അത് ഓഫ് കോഴ്സ് വൈ സ്റ്റുഡൻസ് ലൂസ് മാർക്സ്, മെമ്മറൈസ്ഡ് ആൻസേഴ്സ്. അതിനൊരു ക്ലിയർ ആയിട്ട് നമുക്ക് സ്പീക്കിങ്ങിന് തന്നെ നമുക്ക് നോക്കാം. വേർ ഈസ് യുവർ ഹോം ടൗൺ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് യുവർ ഹോം ടൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോട്ടയാണെങ്കിൽ മൈ ഹോം ടൗൺ ഇസ് കോട്ടയം, ഇറ്റ് ഇസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ഇറ്റ് ഇസ് കോൾഡ് ദ ലാൻഡ് ഓഫ് ലേറ്റക്സ്, ഇങ്ങനെ പറയും. These are all memorized answers. The IELTS examiners don't want those kind. They want natural answers. So ഈ ഫീഡ്ബാക്ക് ഇതൊക്കെ ഇത് കൊള്ളത്തില്ല, ഇത് മെമ്മറൈസ്ഡ് ആണ്, ഇത് ഒന്ന് നാച്ചുറൽ ആയിട്ട് പറയണം എന്ന് പറയാനുള്ള ആൾക്കാർ അവരുടെ കയ്യിൽ ഇല്ലായിരിക്കും. ഒരു ഫീഡ്ബാക്ക്, ഒരു റൈറ്റ് ഗൈഡൻസ് ഇല്ല. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാനും പുവർ സ്ട്രാറ്റജി, ദേ ഡോണ്ട് നോ ദ സ്ട്രാറ്റജി, എഫക്റ്റീവ് സ്ട്രാറ്റജി അറിയത്തില്ലായിരിക്കും. And of course, the
insufficient practice. Many of ചിലവരുണ്ട് ഭയങ്കര ഓവർ കോൺഫിഡൻറ്റ്, ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് പോയി എഴുതും, and they fail badly. Why? Because of insufficient practice, poor strategy. They might have all the ability, skills on English അടിപൊളിയായിരിക്കും, പക്ഷെ preparation, the strategy not up to the mark. So എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? What is the success? What do successful candidates do? ഇതാണ് നമുക്ക് അറിയേണ്ടത്. Okay, so I have throughout the years when working with those students, those who have cracked this IELTS examination, എനിക്ക് തോന്നുന്ന ഒരു ഫോർമുല ഉണ്ട്. Definitely there is a formula to achieve the target band score. Practice. Practice, 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 because it improves your confidence. Then be consistent. നമ്മൾ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് നമ്മൾ തന്നെ കാണും. യു ആർ മൂവിങ് ഫോർവേഡ്. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഷുഡ് ബി ദ കറക്റ്റ് സ്ട്രാറ്റജി. ഫോർ ദാറ്റ് യു നീഡ് പ്രോപ്പർ ഗൈഡൻസ്. Strategy helps you to know what the examiner requires of you. Pinne feedback. Because if you don't have feedback, you won't know your mistakes. Mistakes അറിഞ്ഞാലല്ലേ നമുക്ക് എന്നാന്ന് അടുത്ത പ്രൊസീജിയർ എന്ന് അറിയത്തുള്ളൂ. സോ ഈ 4 കൂടെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടാർഗറ്റ് ബാൻഡ് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഇത്രയും മാത്രമേ ബാസിമ പറയാനുള്ളൂ. സോ എനിക്ക് one thing that I want everyone who is listening to this session, I just want one thing to be clarified. ഒരു take back നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTS is not about having perfect English. It's about having proper guidance, proper strategy, and of course consistency. So with that, I'm handing it back to you, Basima. Thank you so much for giving me this opportunity as well. Ma'am, thank you so much. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഈവൻ ഫോർ മീ. So many things ma'am ഭയങ്കര ഈസി ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. I think which is quite beneficial. കുറച്ച് ക്വയറീസ് ഉണ്ട് മാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. I'll just read it out. You can just clarify that. So ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വന്നിട്ടുള്ള ക്വയറി എന്ന് പറഞ്ഞാൽ, how to get proper IELTS speaking score, because I am പറഞ്ഞിട്ടുണ്ട് we don't need advanced English and all അതാണ് പറഞ്ഞിട്ടുള്ളത് during your webinar presentation. So ഇവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ, എനിക്കിപ്പം സ്പീക്കിംഗ് ഇല്ല, അപ്പൊ ഈ സ്പീക്കിംഗ് വെച്ച് എനിക്ക് എന്റെ IELTS സ്പീക്കിംഗ് സ്കോർ കിട്ടാൻ പറ്റും, and what should I do to get that score? Okay, first of all, when you do your exams, you should understand there are a lot of assessment criteria. 4 assessment criteria ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ or fluency, each one is actually calculated equally. ഒന്ന്, your vocabulary, which I said natural ആയിട്ടുള്ള vocabulary മതി. Then there is grammar. Then there is coherence എന്ന് പറഞ്ഞ സാധനം, ഒരു അടുക്കും ചിട്ട അല്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പറയണം, ഒരു കണക്ഷൻ വേണം ഒരു സെന്റൻസും അടുത്ത സെന്റൻസും. പിന്നെ ഓഫ് കോഴ്സ് ഹെസിറ്റേഷൻ ഇല്ലാതെ ബ്ല 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 എന്നങ്ങ് പറയാനുള്ള ഒരു കഴിവ്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് എനിക്ക് നമ്മൾ എസ്പെഷ്യലി സിൻസ് വി ആർ കേറ്ററിംഗ് ടു, ഐ ഡോണ്ട് നോ, ആർ വി കേറ്ററിംഗ് ടു ദ മലയാളി സൊസൈറ്റി or Indian society, okay, whatever, I think Indians have this pronunciation എന്ന് ഉച്ചാരണ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. Okay, like the way you express yourself, ഇവിടെയാണ് എല്ലാവർക്കും സ്കോർ പോകുന്നത്. എല്ലാവരും ഓർക്കും ഓക്കെ ഗ്രാമർ ശരിയല്ലാത്തതുകൊണ്ടാണ് എൻ്റെ സ്പീക്കിംഗ് കുറവാണ്. അല്ല, നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ with the correct body gestures, with the correct emotions, that whatever you are saying should show in your eyes. Okay, ഇത് എക്സാമിനറിന് തോന്നണം നിങ്ങളൊരു കറക്റ്റായിട്ട് രീതിയിലാണ് പറയുന്നത്, ദാറ്റ് യു ആർ ഫീലിംഗ് വാട്ട് യു ആർ സേയിങ്. അത് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് IELTS സ്പീക്കിങ്ങിന് നല്ല മാർക്ക് കിട്ടും. പിന്നെ ഡോണ്ട് ബി ഫോർമൽ, be very casual. Talk to the examiner like you're talking to a friend. That is one strategy. Okay, ma'am, that was quite, I would say, insightful.
മാം വേറൊരു Thank you. കോമൺ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതല്ല, ക്യാൻ വി റീടേക്ക് IELTS? ഐ മീൻ ഇല്ല. സോ നമുക്ക് ക്യാൻ വി റീടേക്ക് IELTS എക്സാംസ്? സ്കോർസ് പ്രോപ്പർ ആയിട്ട് വന്നില്ല, അല്ലെങ്കിൽ ഈ റീവാലുവേഷൻ ആണ് ബെറ്റർ? വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു യു? See, there are actually different opinions for that. If you are very confident, okay, this is not my score, ഇത് എൻ്റെ സ്കോർ അല്ല, എനിക്ക് കൂടുതൽ കിട്ടണം എന്ന് ഉറപ്പാണ്, then give for revaluation. And if you once you give it, it's almost the same cost as doing a retake. അതുകൊണ്ടാണ് ഒരു ആ ഒരു ഇതിന് പോവാത്ത റീവാലുവേഷന്. ബിക്കോസ് നിങ്ങളുടെ മാർക്ക് കൂടിയില്ലെങ്കിൽ ആ പൈസ പോവും, പക്ഷെ മാർക്ക് കൂടിയാൽ they will refund it back. So I always say, if I believe in a student, I always tell the student, go for evaluation. And many of my students have gotten like good scores after evaluation. So it depends. Because that doesn't usually happen in that medical professional exams. നമുക്ക് reading and listening scores, it doesn't improve and all. Reading and listening, it doesn't improve. But Okay. writing and speaking, there is a chance it can improve. Okay. So that the same like OET then. Reading and listening, I don't think so there's any chance for improvement. I But don't. കുറേ സ്റ്റുഡൻസിന് writing and speaking definite ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാനുള്ള സാധ്യത. Ma'am, another query I've got is about how many hours per day ഒരു IELTS, ഇപ്പം the candidate wants to attempt the exam by next month end, July end. അപ്പം he is already working and he wants to do this IELTS also side by side. How many hours per day should one candidate prepare to get the proper scores? For example, 7 band score ആണ് പറഞ്ഞിരിക്കുന്നത്. It depends on the candidate's language, okay? But roughly ഞാൻ പറയുകയാണ്, maybe 1 or 2 hours per day. At least I tell them to practice 2 modules out of the 4 modules every day. Alternate ആയിട്ട്, ഇന്നിപ്പോൾ listening, speaking ആണെങ്കിൽ നാളെ writing and reading. So, yeah. So just 2 hours would be enough. Enough, Okay. yeah. Then one more, the last question is, according to you, what is the most difficult module in IELTS to clear? That depends. There are many candidates who have difference, but mostly എല്ലാവർക്കും writing തന്നെയാണ്. Okay. So I always feel that writing is, especially task 2, that is essay. Mostly for people, essay writing is going to be the difficult thing, because many, especially nowadays, ഇപ്പം ആരും അങ്ങനെ എഴുതാറില്ല. So that is quite difficult. Even if you speak well, sometimes you don't write well. But it varies from candidate to candidate. But majority of the candidates think that writing is a difficult part. Okay, ma'am. I think, yeah. So there's a lot more, but since it's time to wind up the webinar, we'll keep that for another session. So thank you, Maya ma'am. Thank you, Vinod sir, for taking part in our webinar. And ഇത്രയും ഒരു honest ആയിട്ടിരിക്കുന്ന, see, നമുക്ക് we need facts to be out in the open. Correct scenario, what is the correct situation, what is the right opportunities. ഇത് ഒരു open ആയിട്ട് നമുക്ക് ഒരു platform വേണം to discuss all this, because this is the topic on many people's mind. Parents ആയാലും students ആയാലും, we are in this current stage of time where education itself is very tricky. That is, എന്ത് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും എന്നറിയാത്ത ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വാട്ട് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു സെറ്റിൽ ഇൻ ലൈഫ്, വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു സെറ്റിൽ ഇൻ ലൈഫ്, ഇങ്ങനെ നിറയെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ആക്ച്വലി പീപ്പിൾ ആർ അപ്രോച്ചിങ്. സോ മെനി പാരന്റ്സ് ഹാവ് അപ്രോച്ച്ഡ് us. പിന്നെ സോ മെനി സ്റ്റുഡൻസ് ഹാവ് അപ്രോച്ച്ഡ് us. എന്ത് ചെയ്യാം, വാട്ട് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ഇന്ത്യയിൽ ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് ഇവിടെ ഇന്ത്യയിൽ പഠിച്ച് വിൽ വി ബി ഏബിൾ ടു സെറ്റിൽ ഓഫ് ഹിയർ, ബിക്കോസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് ആർ എ ബിറ്റ് ഹൈ ഇപ്പം ആക്ച്വലി കറന്റ്ലി സിനാരിയോ. അപ്പൊ എന്താണ് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് എവറിബഡി സെർച്ചിങ് ഫോർ. സോ ഐ ഹോപ്പ് ഫോർ ദോസ് ഹു ഹാവ് ജോയിൻ ടുഡേ, ഈ ഒരു സെഷനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടി കാണുമായിരിക്കും. വാട്ട് ആർ ദ ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷൻസ് ടുഡേ ഇൻ ടേംസ് ഓഫ് അബ്രോഡ് ഓപ്പർച്യൂണിറ്റി എന്താണ്,
And അതിന്റെ pathway എങ്ങനെയാണെന്ന് I think ma'am has also given us a good clarity. Then the rest, if you have any other doubts, you can always approach us and we will be here to clarify all your doubts. Thank you so much for joining us on this beautiful webinar. I'll see you all in the next webinar also. Thank you so much. Thank you. Thank you. Thank you. Thank you so Good much. night. Bye bye. Bye. Good night.